കുന്തം വിഴുങ്ങി പോലെ ഇരുന്നോളും. 150 പേര് 100 പേര് 200 പേര് എന്ത് കാണാനില്ല. ചേച്ചി പുറത്തു പോവാ. അപ്പം കരാമയിൽ പോണം വൈകിട്ട്. കാല് കാണിക്കുന്നു. മഴയുണ്ടോ? എനിക്കറിയില്ല. മഴയുണ്ടോ? ഇല്ല. അവിടെ മഴയുണ്ടോ? മഴയുണ്ടോ അവിടെ? ഉണ്ടോ? അവിടെ മഴയുണ്ടോ? അബുദാബിയിൽ മഴയുണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട് തുള്ളി. അതായത് തുള്ളി തുള്ളിയുള്ളൂ. ബിജിക്ക് സുഖമില്ല എന്നൊരു വീഡിയോ കണ്ട്. എനിക്കോ? എനിക്കെന്താ സുഖം? ഇവനല്ലേ ഞാൻ നാളെ പൈസ വിട്ടു കൊടുത്തത്. നിങ്ങൾ നോക്കിയേ. അമറു ചേച്ചി ഇവനല്ലേ പൈസ ഇടുക. അശബ ചേച്ചി ഇതാ ഞാൻ പറഞ്ഞു നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്ന്. ഞാനൊരു കാര്യം പറയും. ഹോളേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തിന് പൈസ അയച്ചു കൊടുത്തില്ലേ നാട്ടിലേക്ക്. റൈസൊക്കെ അത് കേൾക്ക്. അശബ ചേച്ചി കേട്ടതല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെക്കൻ ആശുപത്രി കേസായി സ്കാൻ ചെയ്യാൻ കാശില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ 2000 രൂപ അയച്ചു കൊടുത്തില്ലേ അയാളുടെ അക്കൗണ്ടിലേക്ക്? ഇല്ലായിരുന്നോ ഹോളേട്ടാ? 2000 അയച്ചു കൊടുത്തില്ലേ? അയച്ചു കൊടുത്തില്ലേ? എന്നിട്ട് അവൻ മെസ്സേജ് വിട്ടേക്കാണ് ഇന്നലെ. ഞാൻ അയച്ചു കൊടുത്തിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് പാവലെന്ന് വെച്ചിട്ട് ഞാൻ അവൻ്റെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് പൈസ ഒരാൾ വീണ് കിടക്കരുന്നിട്ട് ഞാൻ പൈസ അയച്ചു കൊടുത്തില്ല. രസീതൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അവൻ വീണ്ടും എന്നോട് ചോദിക്കുകയാണ്. കേട്ടോട്ടോ ബിജി, കേട്ടോട്ടോ ബിജി 500 ദിർഹംസ് കൂടി തരാൻ പറ്റുമോ? അല്ല 500 രൂപയും കൂടെ തരാൻ പറ്റുമോ? ബില്ല് 3500 ആയി. 1000 ഫ്രണ്ട് തന്നു. 2500 രൂപ ആയി. നെക്സ്റ്റ് മന്ത് എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായത് നീ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് എനിക്കൊരു ആവശ്യം വന്നപ്പം ഞാൻ തന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ പാവല്ലെന്ന് വെച്ചാൽ ഞാൻ അയച്ചു കൊടുത്തു പൈസ. എന്നിട്ട് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് വിട്ടേക്കാട്ടോ. ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ. നീ ആവുമ്പോൾ മനസാക്ഷി ഉണ്ട്. അല്ല, നിനക്കാവുമ്പോൾ മനസാക്ഷി ഉണ്ട്. അതാ പെട്ടെന്ന് നിന്നോട് വന്ന് ചോദിച്ചത്. നൈറ്റ് ആയാലും കുഴപ്പമില്ല, കിട്ടിയ അയക്കൂ. ഒരു ഓക്കെ എല്ലാം കൂടി ചേർത്ത് ഞാൻ 10ന് തിരിച്ചു തരാം. പേടിക്കണ്ട, ഞാൻ പറ്റിച്ചിട്ട് പോവില്ല. ആകെ തെണ്ടി കുത്തുവാൾ എടുക്കാണ്. നിന്നോടുള്ള പഴയ സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ചോദിച്ചതാണ്. പ്ലീസ് എനിക്കൊരു 500 രൂപയും കൂടെ കടം എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയച്ചു തരുമോന്ന്. ഞാൻ പറഞ്ഞു ഒന്നും മറുപടി ഒരു വോയിസ് വിട്ടെ. എടാ നിസാമേ, നിനക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടാ നിനക്ക് ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് 2000 വിട്ട് തന്നത്. അത് ഞാനിവിടെ പിള്ളേർക്ക് സാലറി കൊടുക്കുന്ന മാസാവസാനമായില്ലേ, അവർക്ക് പൈസ കൊടുക്കാനുള്ള അതിനാണ് ഞാൻ നിനക്ക് എടുത്തു തന്നത്. നിൻ്റെ കരച്ചിൽ കണ്ടിട്ട്. ഇനി എൻ്റെ കയ്യിൽ ഇല്ലടാ, ഇനിയിപ്പോൾ അടുത്ത മാസം ആവണം. മനസ്സിലായോ? ഇപ്പം മാസാവസാനല്ലേ, ഇനി അടുത്ത മാസം ഫസ്റ്റൊക്കെ ആവണം എനിക്ക് കാശ് കിട്ടണമെങ്കിൽ കേട്ടോ. എൻ്റെ കയ്യിലില്ല, ഉള്ളതാണ് നിനക്ക് ഞാൻ വിട്ടു തന്നെ. മനസ്സിലായോ? നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ പിന്നെ വന്ന് നമ്മളോട് പൈസ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടേട്ടാ, ഞാൻ കൊടുത്തു. അതെൻ്റെ നല്ല മര്യാദയ്ക്ക് കൊടുത്തതാ. എങ്കിലും എവിടെന്നാ ഞാൻ തന്നെ ആകെ തെണ്ടിപാട് കുത്തിയെടുക്കത്. ഇപ്പം ഒരാവശ്യത്തിന് നമ്മൾ കൊടുത്തതാ. പിന്നെ ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് വിട്ടു. ഞാൻ ഇപ്പം ബ്ലോക്ക് അടിക്കും. ബ്ലോക്ക് അടിച്ച പ്രശ്നം തീരുമല്ലോ. നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തു. അത് നമുക്ക് ദൈവം തിരിച്ചു തന്നു. അവൻ തന്നെ അല്ലേ 2000 എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എന്നോട് ചോദിക്കുക ഇനി 500 കൂടെ വേണമെന്ന്. എന്തല്ലേ എവിടെ നിന്ന് റൈസക്ക? നമ്മൾ കൊടുത്തു. പിന്നെ നമ്മളോട് പൈസ ചോദിക്കാൻ ഇതില്ലേ. ഞാൻ ഇപ്പോൾ ബ്ലോക്ക് അടിക്കും. ആ പഴയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാൻ മാറും. എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. എന്നോട് ഹോൾഡേട്ടൻ എപ്പോഴും പറയും നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്ന്. ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെയും അവരത് തരാൻ കാണും. മനസ്സിലായോ? അവിടെ അർഷപ്പ ചേച്ചിയും പറഞ്ഞു പൈസ ഒന്നും ആർക്കും അങ്ങനെ കൊടുക്കണ്ട. ആൾക്കാർ പലതും വന്ന് ചോദിക്കും എനിക്ക് ഹെൽപ്പ് ചെയ്യുമോ, അത് ചെയ്യുമോ, ഇത് ചെയ്യുമോ എന്ന്. നമുക്കൊരാവശ്യം വന്നാൽ ഞാനുണ്ടല്ലോ ഒരുത്തനും ഉണ്ടാവില്ല. ആരും നമ്മളെ തിരിഞ്ഞു നോക്കൂല. അതല്ല വിജി, അപ്പോൾ തന്നെ 3000 എന്ന് പറഞ്ഞാൽ പറയായിരുന്നോ? ബില്ല് 3000 ആണെങ്കിൽ അത് ഞാൻ ചോദിച്ച. ഇതൊരു ഇവിടെ ഇപ്പം അവനെന്തെങ്കിലും ആവശ്യത്തിന് എനിക്കറിയാം. പോയത് പോയി, ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊന്നും ഞാൻ കൊടുക്കും. ഞാൻ ബ്ലോക്ക് അടിക്കും. ഇനി മെസ്സേജ് കിട്ടും.
ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല. ആൾ സൗദിയിലുള്ള പരിചയം ഉണ്ടായത്. ആള് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മെസ്സേജ് ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഞാൻ നേരിട്ട് കണ്ടു. തിരുവനന്തപുരക്കാരനാണ്.